നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്മാർട്ട് ഫോണിൽ നമ്മൾ അറിയാത്ത ഒരുപാട് സെറ്റിംഗ്സ് ഉണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട 2 സെറ്റിംഗ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്പർ 1, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്മാർട്ട് ഫോണിലുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഫ്രീസ് ചെയ്യുന്ന ഒരു സെറ്റിംഗ്സ്. ഇങ്ങനെ ഫ്രീസ് ചെയ്താൽ ആ ആപ്ലിക്കേഷൻ എന്താണ് സംഭവിക്കുക, അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നത് അവിടെ തന്നെ വിശദമായിട്ട് എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ ഈ സെറ്റിംഗ്സ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. നമ്പർ 2, അതായത് നമ്മൾ മൊബൈൽ ലോക്ക് ചെയ്തിട്ടിട്ട് നമ്മുടെ പോക്കറ്റിലൊക്കെ ഇട്ട് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത്, നടന്നിട്ടാണെങ്കിലും അല്ലെങ്കിൽ ബൈക്കിലാണെങ്കിലും ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് തുറന്ന് കോള് പോവുക, ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആകുക, അങ്ങനെ പല ആളുകൾക്കും ഫീൽ ചെയ്തിട്ടുണ്ടാകും. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് തന്നെ, അതായത് മൊബൈലിൻ്റെ അകത്ത് തന്നെ ഇത് ഒഴിവാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട സെറ്റിങ്സ് നമ്മൾ എനേബിൾ ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ 2 സെറ്റിങ്സും ഇതെവിടെയാണുള്ളത്, എന്തൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി നമുക്ക് മൊബൈലിലെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആക്സസിബിലിറ്റിയുടെ ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഏറ്റവും താഴേക്ക് വരിക. ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് മുകളിലായിട്ട് നിങ്ങൾക്ക് ഇതാ ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഞാൻ രണ്ടാമത് പറഞ്ഞ ഓപ്ഷനാണിത്, പോക്കറ്റ് മിസ്മാച്ച് പ്രിവെൻഷൻ. ഇത് ഓഫിലാണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അറിയാതെ പോക്കറ്റിൽ നിന്നും മൊബൈൽ ഓൺ ആകാനും അതുപോലെ തന്നെ കോൾ പോകാനും ആപ്ലിക്കേഷനൊക്കെ ഓണായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ. ഓക്കെ, അത് നിർബന്ധമായിട്ടും നിങ്ങൾ ഓൺ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, ഇവിടെ കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രോസസ് മാനേജർ എന്ന ഓപ്ഷൻ. അവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട്, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ലോഡായിട്ട് വരും. ഇവിടെ തേർഡ് പാർട്ടി ആപ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷനാണ്. പിന്നെ ഇവിടെ സിസ്റ്റം ആപ്സ് എന്ന ഭാഗമുണ്ട്. അവിടെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ എന്ന ഭാഗത്ത് നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കത് ഫ്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പം മൈ ജിയോ ആപ്ലിക്കേഷൻ, അതൊന്നും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനൊന്നും അല്ല. ഓരോ ആപ്ലിക്കേഷൻ്റെയും വലതുവശത്ത് 2 ഡോട്ട്സ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എൻഡ് ചെയ്യാം അല്ലെങ്കിൽ ഫ്രീസ് ചെയ്യാം. ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മൊത്തത്തിൽ എൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാനൊരു ആപ്ലിക്കേഷൻ്റെ വലതുവശത്ത് കാണുന്ന ആ ഒരു 2 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ കണ്ടോ, എൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഫ്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആപ്ലിക്കേഷന് എന്താണ് സംഭവിക്കുക, മൊബൈലിന് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാകുക, അതൊക്കെ നമുക്കൊന്ന് അറിയണമല്ലോ. അതിനായിട്ട് ഏറ്റവും മുകളിൽ കാണുന്ന പ്രോസസ് മാനേജർ എന്ന ഭാഗത്ത് കാണുന്ന ഐക്കൺ ഉണ്ടല്ലോ, അവിടെ നിങ്ങളൊന്ന് ടച്ച് ചെയ്താൽ മതി. വിശദമായിട്ട് ഇവിടെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും എഴുതി കാണിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എങ്കിൽ സർക്കിൾ ടു സെർച്ച് എന്ന ഓപ്ഷൻ എല്ലാ മൊബൈലിലും ഉണ്ടല്ലോ. അതായത് ഹോം ബട്ടണിൽ ലോങ് പ്രസ് ചെയ്തിട്ട് ഇവിടെ അതൊന്ന് മാർക്ക് ചെയ്യുക. നമുക്കിത് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. ഓക്കെ, ഇങ്ങനെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ തന്നെ സെലക്ട് ടെക്സ്റ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ട്രാൻസ്ലേറ്റ് എന്ന ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലായിരിക്കും ഉണ്ടാകുക. അത് ഇംഗ്ലീഷിൻ്റെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് മലയാളം സെലക്ട് ചെയ്യുക. ഇപ്പോൾ 4 കാര്യങ്ങൾ ഇംഗ്ലീഷിൽ ഇവിടെ കാണാൻ സാധിക്കും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മലയാളത്തിൽ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഇവിടെ എഴുതിയിട്ടുണ്ട്, ഒരു പ്രക്രിയ അവസാനിപ്പിച്ചതിന് ശേഷം എന്ത് സംഭവിക്കും, നിങ്ങളുടെ ഫോൺ സംഭരണം ശൂന്യമാകും, നിങ്ങളുടെ സിസ്റ്റം കൂടുതൽ സുഗമമായി പ്രവർത്തിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഒരു പ്രക്രിയ അവസാനിപ്പിക്കുന്നത് ബാറ്ററി പവർ ലാഭിക്കാൻ സഹായിക്കുമോ? അതെ, ഒരു പ്രക്രിയ അവസാനിപ്പിക്കുന്നത് നിങ്ങളുടെ ബാറ്ററി ആയുസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. എനിക്ക് സാധാരണയായി ഒരു ഫ്രീസ് ചെയ്ത ആപ്പ് ഉപയോഗിക്കാനാകുമോ? ഹോം സ്ക്രീനിൽ നിന്നും നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ഫ്രീസ് ചെയ്ത ആപ്പ് തുറക്കാൻ കഴിയും. ഒരിക്കൽ തുറന്നാൽ അത് യാന്ത്രികമായി അൺഫ്രീസ് ആകുകയും ചെയ്യും. ഓക്കെ, ഒരു ആപ്പ് ഫ്രീസ് ചെയ്താൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാം? ഒരു ആപ്പ് ഫ്രീസ് ചെയ്താൽ സന്ദേശങ്ങൾ സ്വീകരിക്കാനോ മറ്റ് ആപ്പുകൾക്ക് തുറക്കാനോ കഴിഞ്ഞേക്കില്ല. അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായാൽ ക്രമീകരണങ്ങൾ ബാറ്ററി ആപ്പ് ഫ്രീസർ എന്നതിൽ ആപ്പ് കണ്ടെത്തി അതിൻ്റെ ആപ്പ് ഫ്രീസർ സ്വിച്ച് ഓഫ് ചെയ്യുക. അങ്ങനെ കൃത്യമായിട്ട് ആ വിവരങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഇതുകൊണ്ട് ഉണ്ട്. പിന്നെ ദോഷങ്ങൾ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. അതായത് നിങ്ങൾ സ്ഥിരമായിട്ട് മെസ്സേജുകൾക്ക് വരുന്ന ഈ വാട്സപ്പ് പോലുള്ള ആപ്ലിക്കേഷൻ അങ്ങനെ ഫ്രീസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ബാറ്ററി പ്രശ്നങ്ങൾ അതുപോലെ തന്നെ മൊബൈൽ ചൂടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഒഴികെ മറ്റുള്ള ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾ ഫ്രീസ് ചെയ്ത് വെക്കുന്നത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ഓക്കെ,
ഈ രണ്ട് സെറ്റിംഗ്സും നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് വളരെയധികം ഉപകാരപ്പെടും. റിയൽമി, ഓപ്പോ, വൺ പ്ലസ്, വിവോ പോലുള്ള മൊബൈലുകളിൽ ഈ സെറ്റിംഗ്സ് കാണുന്നുണ്ട്. ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഏതാണെങ്കിലും അതിൽ സെറ്റിംഗ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.